ഹേ മച്ചാമാരെ, വെൽക്കം ടു ദി വേൾഡ് ദി RC ഹബ്. അപ്പോൾ എത്ര പേർക്ക് വില്ലീസ് ഇഷ്ടമാണ്? എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടി കേട്ടോ വില്ലീസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് JJRC എന്ന ബ്രാൻഡിൻ്റെ 1:10 സ്കെയിൽ വരുന്ന ഒരു അടിപൊളി വില്ലീസ് ആയിട്ടാ. പക്കാ സ്കെയിൽ മോഡൽ പറഞ്ഞ ഒരു പക്കാ സ്കെയിൽ മോഡലാണ് ഈ സാധനം. കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഇതാക്കണ്ടില്ല, ജെറി ക്യാൻ വരുന്നുണ്ട്, ഷവൽസ് വരുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഒരു പക്കാ സ്കെയിൽ മോഡലാണ്. കണക്റ്റിംഗ് റോക്സ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ക മെറ്റലിലാണ് വരുന്നത്. പിന്നെ സിംഗിൾ മോട്ടർ കേട്ടോ, പക്ഷേ ഇതൊരു 4-wheel ഡ്രൈവ് സാധനമാണ്. ഓക്കെ, ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ അപ്പോൾ തന്നെ പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പ്രൊപ്പോഷണൽ ത്രോട്ടിൽ വരുന്നുണ്ട്, എല്ലാം പ്രൊപ്പോഷണലാണ്. അതായത് ഒരു പക്ക ഹോബി ഗ്രേഡ് പോലെ, പക്ഷേ ഒരു പക്ക ഹോബി ഗ്രേഡ് അല്ലതാനും. ഇത് ജസ്റ്റ് ഒരു ടോയ് ഗ്രേഡിന്റെ മേലെ ഒരു പക്ക ഹോബി ഗ്രേഡ് സാധനം അല്ല. ഇതിന്റെ ബാറ്ററി വരുന്നത് ഇതിന്റെ ബോണറ്റിന്റെ അകത്താട്ടോ. ഇതിന്റെ ബാറ്ററി വരുന്നത് ഇതിന്റെ കൂടെ കിട്ടുന്ന ബാറ്ററി എന്ന് പറയുന്നത് വെറും 500 mAh ബാറ്ററിയാണ്. പക്ഷെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാനിതില് 1400 നമ്മളെ ഡിഫൻഡർ D90 അകത്തുള്ള ബാറ്ററി ഇല്ലേ, അതുവരെ ഞാൻ ഇതിന്റെ അകത്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പറയാനാണെങ്കിൽ ഒരു അടിപൊളി സ്കെയിൽ മോഡൽ ആയിട്ടാണ്. സോ ഇതിന്റെ ഒരുപാട് ക്രൗളിംഗ് വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇപ്പൊ ഇതിന്മേൽ 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കണ്ടില്ലേ, ഇതിന്റെ ലൈറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫസ്റ്റ് ഇതിന് 2 ലൈറ്റ്സ്, ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇത് വണ്ടി ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പം മുതലേ ഹെഡ് ലൈറ്റ്സ് വർക്കിംഗ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ടേണിംഗ് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും. കണ്ടോ, ഇതിന്റെ ബാക്കിലുണ്ട് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ടൈൽ ലാമ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ടൈൽ ലാമ്പ് ചെറിയ രൂപത്തിൽ ഒന്ന് കൊടുത്ത് കാണിച്ചു കൊടുത്താൽ ടൈൽ ലാമ്പ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ രണ്ടിടത്തും ടൈൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഇത് 2 ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണിത്. ഇനി വേറൊരു സാധനം ഇതിൽ വരുന്നത് ഇത് കണ്ടില്ലേ, ഇതൊരു സർച്ച് ലൈറ്റ് ആട്ടോ. ഞാൻ കാണിച്ചു തരാം, ഓണാക്കി കാണിച്ചു തരാം. ഇതൊരു സർച്ച് ലൈറ്റ് ആണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സർച്ച് ലൈറ്റ്. ഇത് ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ കൺട്രോളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ വരുന്ന ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇത് നമ്മുടെ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇത് പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് ആട്ടോ. പിന്നെ വരുന്ന ത്രോട്ടിൽ ഇതും പ്രൊപ്പോഷണലാണ്, ഫോർവേഡ് ബാക്ക്വേഡ്. പിന്നെ വരുന്നത് ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ വീൽ അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ സർച്ച് ലാമ്പ് ഇല്ലേ, അതിന്റെ ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു വിഞ്ച് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ടെന്ന് അറിയില്ലേ. അപ്പൊ വിഞ്ചിനുള്ള അപ്വേർഡും ഡൗൺവേർഡും മോഷൻ. അപ്പൊ വിഞ്ച് നമുക്ക് പൊക്കാനും താത്താനുള്ള 2 സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ വരുന്നത് ഇതിന്റെ കൺട്രോളറിന്റെ ഓൺ ഓഫ് സ്വിച്ചും. സോ ഇത്രയുള്ള ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.